പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നോക്കുമ്പോൾ നഴ്സിംഗ്, ഉം. മാനേജ്മെൻറ്റ്, അലൈഡ്, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ് പലതരം പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ചൂസ് ചെയ്യണം? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഏവിയേഷൻ മേഖല മറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. കാരണം ഈ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളായിരിക്കും കൂടുതലായിട്ട് ജോയിൻ ചെയ്യുക. പക്ഷേ നമുക്ക് പെട്ടെന്ന് വളരണം, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് പിന്നെ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏവിയേഷൻ ചൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യാം, സ്കെയിലപ്പ് ആവണോ? സ്കെയിലപ്പ് ആവാൻ പറ്റും, പ്രൊമോഷൻസ് ഉണ്ടാവും, നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, ലിവിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏവിയേഷൻ. പിന്നെ ഏവിയേഷൻ മേഖലയിലേക്ക് എന്തുകൊണ്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏവിയേഷൻ മേഖല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബൂമിംഗ് ആയിട്ടുള്ള മേഖലയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്, ഒരിക്കലും താഴോട്ട് പോകുന്ന മേഖലയല്ല. ഒരു വർഷം പോകുന്നതോറും മേലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ 2018 മുമ്പ് വരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു, ശരിയല്ലേ? കാരണം വിദേശത്ത് പോകുന്ന പ്രവാസികൾ പോകുമായിരുന്നു. പിന്നെ 2018 ശേഷം എന്തുകൊണ്ടാണ് യാത്രക്കാർ കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് കുറച്ചു, ശരിയല്ലേ? അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. ആ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 1 കിലോമീറ്റർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ 1 രൂപയാണ് കൊണ്ടുവന്നത്. ആ പദ്ധതിയുടെ പേര് 5 റുപ്പീസ്. 1 കിലോമീറ്റർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ 5 രൂപ. അപ്പോൾ 500 കിലോമീറ്റർ ഇന്ത്യയിൽ യാത്ര ചെയ്യണമെങ്കിൽ 500 ഇൻറ്റു 5 2500 രൂപ മതി. 1000 കിലോമീറ്റർ പോകാൻ 1000 ഇൻറ്റു 5 5000 രൂപ മതി. മുമ്പ് എത്ര ഉണ്ടായിരുന്നു ഏകദേശം? മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യത്തേക്ക് പോകുമ്പം അത് അന്ന് നമ്മളുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ 5000, 6000, 10000 രൂപയും, അതുപോലെ തന്നെ നമുക്കൊന്നും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, വലിയ റേറ്റ് ആയിരുന്നല്ലോ ആ സമയത്ത്, 2018 മുമ്പ്. അതായിരുന്നു നമ്മുടെ ധാരണ. പക്ഷേ അത് കംപ്ലീറ്റ്ലി മാറ്റിയത് ഉഡാൻ പ്രോജക്റ്റ് പോലെയല്ല, റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്ന് പറയുന്ന സ്കീം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഈ ടിക്കറ്റ് ചാർജ് പ്രൈസിങ് എന്ത് ചെയ്യുന്നു, എക്കണോമിക്കലായിട്ട് എല്ലാവർക്കും സാധാരണക്കാരനും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു സ്കീം കൊണ്ടുവന്നു. ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ 800 രൂപയ്ക്ക് ഫ്ലൈ ചെയ്തിട്ടുണ്ട്, 1200 ഫ്ലൈ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത് വരാൻ കാരണം എന്താണ്, ഓഫറുകൾ വരാൻ തുടങ്ങി. ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, യാത്രക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അത് കൂടിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, മലയാള മനോരമ പത്രത്തിൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 അന്ന് 3 എയർപോർട്ട് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതൊന്ന് തിരുവനന്തപുരം എയർപോർട്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ കാലിക്കറ്റ് എയർപോർട്ട്. അപ്പോൾ ഇതിൽ 3ലും അതിൽ കണക്ക് അന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതാണ്, 23 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് നമ്മുടെ ഡൊമസ്റ്റിക്കിൽ ഫ്ലൈ ചെയ്തത്, 22 ലക്ഷം ആൾക്കാർ ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്തു, 10 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഫ്ലൈ ചെയ്തത്. അതായത് ഇൻ്റർനാഷണൽ ഫ്ലൈയിങ്ങിനേക്കാളും യാത്രക്കാരുടെ എണ്ണം, 1 ലക്ഷത്തോളം ആൾക്കാരുടെ എണ്ണം ഗണ്യമായിട്ട് കൂടിയതായിട്ടാണ് അന്നത്തെ റിപ്പോർട്ട് നമ്മുടെ കേരള എയർപോർട്ടുകളുടെ സ്റ്റഡിയിൽ കാണിച്ചത്. 10 ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള മറ്റ് സ്റ്റേറ്റുകളിലും ഈ വമ്പൻ മാറ്റമായിരുന്നു, വലിയൊരു ബൂമായിരുന്നു ഈ ഒരു ടിക്കറ്റ് ചാർജ് കുറച്ചതിന് ശേഷം ഉണ്ടായത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അടുത്തൊരു പദ്ധതി കൊണ്ടുവന്നു, ഉഡാൻ പ്രോജക്റ്റ്. ഉഡാൻ എന്ന് പറയുന്ന റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മൾട്ടിപ്പിളായിട്ട് 100+ എയർപോർട്ടുകൾ കൊണ്ടുവരുന്ന ഒരു സ്കീമാണ് ഉഡാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും, കേരളത്തിൽ 5 എയർപോർട്ടുകൾ, അതിൽ 2 ഈ പറഞ്ഞ ഉഡാൻ പദ്ധതിയിലുള്ള എയർപോർട്ടുകളാണ്. ഒന്ന് എന്താണ്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി 5ാമത് വരുന്ന എയർപോർട്ടാണ് കേരളത്തിലെ ശബരിമല എയർപോർട്ട്, അതെന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ 5 എയർപോർട്ടായി. ഇതുപോലെ ബാംഗ്ലൂരിൽ അടുത്ത ടെർമിനൽസിൻ്റെ എക്സ്പാൻഷൻ നടക്കുകയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്, മറ്റ് സ്റ്റേറ്റുകളിലും ഇങ്ങനെ എയർപോർട്ടിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100 എയർപോർട്ട്സിൽ പരം പുതിയ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്രയും എയർപോർട്ട് ഇന്ത്യയിലേക്ക് വരുമ്പം, ശരിയല്ലേ, എത്ര ലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടും? ഇതുതന്നെയാണ് ബേസിക്കലി വിദ്യാർത്ഥികളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കാരണം, ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ. പിന്നെ ഈ ഇത്രയും എയർപോർട്ടിൽ വരുമ്പം, 100+ എയർപോർട്ട് വരുമ്പോൾ അവിടെ എന്ത് വേണം, ഇതൊരു വിശ്രമ കേന്ദ്രം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അടുത്ത സെക്ഷനാണ് എയർലൈൻസുകൾ എന്ന് പറയുന്നത്. വിമാനങ്ങൾ കൊണ്ടുവരേണ്ടതും വിമാനങ്ങൾ ഫ്ലൈ ചെയ്യേണ്ടതൊക്കെ എയർലൈൻസിൻ്റെ ഡ്യൂട്ടിയാണല്ലേ. അപ്പം ഇൻഡിഗോ എയർലൈൻസ്, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ, എയർ ഏഷ്യ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള എയർലൈൻസ് കമ്പനികൾ നിർബന്ധമായിട്ടും കൂടുതൽ വിമാനങ്ങൾ മേടിക്കാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ ഇൻഡിഗോ എയർലൈൻസ് 500-ൽ പരം വിമാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയും അതുപോലെ തന്നെ ഒരുപാട് വിമാനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കസ്റ്റമർ സർവീസും ക്യാബിൻ ക്രൂസും അതുപോലെ തന്നെ ടിക്കറ്റിംഗ് ഏജൻറ്റ് തുടങ്ങിയിട്ട് നിരവധി ലക്ഷക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും അപ്പർ സൈഡിലും വരും. ഇപ്പുറത്ത് എയർപോർട്ട് വരുന്നത് കൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പുറത്ത് എയർലൈൻസ് കൂടുതൽ വിമാനങ്ങൾ മേടിക്കുമ്പോഴും പൈലറ്റുമാർ ആവശ്യമുണ്ട്, എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്, ക്യാബിൻ ക്രൂസിന് ആവശ്യമുണ്ട്. അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ ഇത് രണ്ടിനെയോടെ കണക്ട് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് കമ്പനീസ് എന്ന് പറയും. ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഏജൻസികളാണ്. അപ്പോൾ GMR, എയർവക്സ്, എയർ ഇന്ത്യ, സാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പല കമ്പനീസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ക്യാബിൻ ക്രൂസിനെയും കസ്റ്റമർ സർവീസിനെയൊക്കെ സ്റ്റാഫുകളായിട്ട് എടുക്കും. എന്നിട്ട് അതൊരു കോൺട്രാക്റ്റ് ബേസിൽ എയർലൈൻസുകൾക്ക് കൊടുക്കുന്ന ജോബാണ്. അപ്പോൾ ദുബൈയിലൊക്കെ പോയാൽ നമുക്ക് കാണാം എമിറേറ്റ്സിൽ കൂടുതൽ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് ഡെനാറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റാഫായിരിക്കും. ഡെനാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് സ്റ്റാഫുകളെ കൊടുക്കുന്നത് ട്രാൻസ്ഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഇടത്തേക്കും എന്തുണ്ട്, ഇതുപോലെ പ്രൈവറ്റ് ഏജൻസികൾ ധാരാളമുണ്ട്. BWFS, സെലിബി എന്നൊക്കെ പറയുന്ന കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ 3 ഏരിയയിലും കൂടെ വരുമ്പോഴത്തേക്ക് എത്രയായി? ലക്ഷക്കണക്കിന് ജോബായില്ലേ. ഒന്ന് എയർപോർട്ട് വരുമ്പോൾ അത്രയും ജോബായി, എയർലൈൻസ് വരുമ്പം ആയിരക്കണക്കിന് ആൾക്കാരെ വേണം, ഇപ്പുറത്ത് പ്രൈവറ്റ് കമ്പനികൾ വരുമ്പോഴത്തേക്ക് അവിടെയും ആൾക്കാരെ വേണം. അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഇൻഡസ്ട്രിയെക്കാളും കുറച്ചുകൂടെ അട്രാക്ഷനും പെട്ടെന്ന് ഗ്രോ ചെയ്യാനും നമുക്ക് പല ആൾക്കാരെ കണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകണമെങ്കിലും ടിക്കറ്റ് ചാർജ് നമ്മൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എത്തിഹാദിലും എമിറേറ്റ്സിലോ അങ്ങനെയൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഫ്രീ ആണ്. പിന്നെ നമുക്ക് ലീവുകൾ, മറ്റു കാര്യങ്ങൾ, ഫ്ലൈയിങ്, അങ്ങനെ കുറേ ഇതുണ്ടല്ലോ. അതിന് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടിൽ തന്നെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ പ്രിവിലേജസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും എക്സാംസിനെ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിനെ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തതിന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം രേഖപ്പെടുത്താം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തതിന് നമ്പറിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം.